ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള ഒരു സെറ്റ് പാവാട നമുക്ക് എങ്ങനെ 5 രീതിയിൽ സ്റ്റൈൽ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പഴയ സെറ്റ് പാവാടയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഗോൾഡൻ കസവ് വരുന്നത്, വേറെ കളർ ബോർഡർ അല്ലാതെ ജസ്റ്റ് ഗോൾഡൻ ബോർഡർ വരുന്ന ഏതെങ്കിലും ഒരു സെറ്റ് പാവാട ഉണ്ടെങ്കിൽ അത് നമുക്ക് പല രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാ ഓണത്തിനും നമുക്കിപ്പോൾ എല്ലാവരും ഡ്രസ്സ് എടുക്കണമെന്നില്ല, അല്ലെങ്കിൽ സെറ്റ് പാവാടയോ അല്ലെങ്കിൽ എന്താ പറയുക സെറ്റ് സാരിയോ ഇതൊന്നും എല്ലാ ഓണത്തിനും എടുക്കാത്തവരുണ്ടാവും. പിന്നെ നമ്മൾ ഈ പറയുന്ന സെറ്റ് ട്രഡീഷണൽ ആയിട്ടുള്ള ഈ വേഷങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങളാണ് സാധാരണ ഇടാറുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ അമ്പലത്തിൽ പോകുമ്പോഴോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ എപ്പോഴും ചിലപ്പോൾ അത് അങ്ങനെ എല്ലാവരും വാങ്ങണമെന്നില്ല. അപ്പോൾ ഞാനൊക്കെ അങ്ങനെ എപ്പോഴും സെറ്റ് എന്താ പറയുക സെറ്റ് സാരിയോ അല്ലെങ്കിൽ സെറ്റ് മുണ്ടോ ധാവണിയൊന്നും അങ്ങനെ എല്ലാ പ്രാവശ്യവും ഒന്നും വാങ്ങാറില്ല. അപ്പം എൻ്റെ കയ്യിൽ പഴയ കുറേ എന്താ പറയുക സെറ്റ് പാവാടയോ അല്ലെങ്കിൽ സെറ്റ് സാരിയോ ഒക്കെ ഉള്ളത് തന്നെ ഞാൻ കുറച്ചുകൂടെ പുതിയ വർഷങ്ങൾ വരുമ്പോൾ അതൊന്നുകൂടെ സ്റ്റൈൽ ചെയ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു മാറ്റം വരുത്തി യൂസ് ചെയ്യാറാണ് പതിവ്. അപ്പം നിങ്ങളിലും പലരും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ കയ്യിലുള്ള ഒരു സെറ്റ് പാവാട വെച്ച് നമുക്ക് എങ്ങനെ സെറ്റ് പാവാട തന്നെ നമുക്ക് എങ്ങനെ പല രീതിയിൽ സ്റ്റൈൽ ചെയ്ത് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് ഇതൊരു ധാവണിയായിട്ട് യൂസ് ചെയ്യാം. സാധാരണ സെറ്റ് പാവാട നമ്മളെപ്പോഴും ധാവണിയായിട്ടും അല്ലെങ്കിൽ ടോപ്പും ആയിട്ടൊക്കെ ആണല്ലോ കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഗോൾഡൻ ബോർഡർ ഉള്ള ഒരു സെറ്റ് പാവാട ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ബ്ലൗസിൻ്റെ കൂടെയും ഇത് പെയർ ചെയ്ത് ധാവണിയായിട്ട് യൂസ് ചെയ്യാം. ധാവണി എന്ന് പറയുമ്പോൾ മേൽമുണ്ട് കൂടെ വേണം. അപ്പോൾ നമ്മുടെ പഴയ സെറ്റ് മുണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതും സെയിം ഗോൾഡൻ ബോർഡർ വരുന്ന സെറ്റിൻ്റെ ആ ഒരു മേൽമുണ്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ധാവണിയായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മളിപ്പോൾ എന്തെങ്കിലും കളർ ബോർഡറൊക്കെ വരുവാണെങ്കിൽ അത് പറ്റത്തില്ല, എല്ലാ ബ്ലൗസിൻ്റെ കൂടെ ഒന്നും അത്ര മാച്ച് ആവണമെന്നില്ല. പക്ഷെ ഇതുപോലെ ഗോൾഡൻ ബോർഡർ വരുന്ന ഒരു സെറ്റ് പാവാടയും ഒരു മേൽമുണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ബ്ലൗസിൻ്റെ കൂടെയും ഇതിട്ടിട്ടൊരു ധാവണിയായിട്ട് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. നല്ല നല്ല സ്റ്റൈൽസിലൊക്കെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ബ്ലൗസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്കിത് പെയർ ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള പഴയ ബ്ലൗസ് ഏത് ബ്ലൗസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് നല്ല എന്താ പറയുക നല്ല ബ്ലൗസിൻ്റെ കൂടൊപ്പം പെയർ ചെയ്ത് നമുക്കിത് ധാവണിയായിട്ടിത് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, നമ്മുടെ കയ്യിലുള്ള ഒരു കുർത്ത വെച്ചിട്ട് ഇതിനെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഇപ്പം നല്ല ട്രഡീഷണൽ ടച്ചുള്ള ഒരു കുർത്തയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്നുണ്ടോ, ഇതിൽ നല്ല പഫ് സ്ലീവ്സ് ഒക്കെ വന്നിട്ട് നല്ലൊരു ട്രഡീഷണൽ ടച്ചുള്ള ഒരു കുർത്ത. അപ്പോൾ അത് ഈ ഒരു സ്കേർട്ടുമായിട്ട് പെയർ ചെയ്യുമ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു സ്റ്റൈൽ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പഴയ കുർത്തയാകാം, അത് കുറച്ച് ഈ ഒരു നമ്മുടെ ഗോൾഡൻ ഈ ഒരു സ്കേർട്ടുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കുർത്താസ് സെലക്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമുക്ക് അത്യാവശ്യം ഏത് കളറിലുള്ള കുർത്ത വേണമെങ്കിലും നമുക്ക് ഇതുമായിട്ട് പെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു കുർത്ത വെച്ചിട്ട് നമുക്ക് ഈ ഒരു സെറ്റ് പാവാടയായിട്ട് പെയർ ചെയ്ത് സ്റ്റൈൽ ചെയ്യാം. നെക്സ്റ്റ്, ഇത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു ടോപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ജീൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ സ്കേർട്ടിൻ്റെ കൂടെ ഒക്കെ ഇടുന്ന നല്ല നല്ല ടോപ്സ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ സെറ്റ് പാവാടയും ആ ടോപ്പും പിന്നെ ഞാനിവിടെ ഒരു മേൽമുണ്ടും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കുറച്ചുകൂടെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിൽ നമ്മൾ ഉടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു മോഡേൺ ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് ഇതിനെ സ്റ്റൈൽ ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ്, നമ്മൾ സാധാരണ തന്നെ യൂസ് ചെയ്യാറുള്ള ടോപ്പ്, അതായത് പാവാടയുടെ കൂടെ തന്നെ വരുന്ന ടോപ്പ്, അത് വെച്ചിട്ടാണ് ഞാനിവിടെ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. ഈ ടോപ്പ് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തുള്ള ടോപ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പഴയ ടോപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതും ഈ ഒരു സെറ്റ് പാവാട ഏത് കളറിലുള്ള ടോപ്പ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഗോൾഡൻ ബോർഡറിൽ വരുന്ന സെറ്റ് പാവാടയായിട്ട് പെയർ ചെയ്ത് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കളർ ബോർഡറുള്ള പാവാടയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആ ഒരു അത്രയ്ക്ക് ഒരു മാച്ച് ഉണ്ടാവത്തില്ല. പക്ഷെ ഗോൾഡൻ ബോർഡർ വരുവാണെങ്കിൽ നമുക്ക് ഏത് ടോപ്പിൻ്റെ കൂടെ വേണമെങ്കിലും ഇതുപോലെ നമുക്കിത് സ്റ്റൈൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ കയ്യിൽ പുതിയ ടോപ്പ് വേറെ ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ടോപ്പ് മാത്രം സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ പെയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പാവാട ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ടോപ്പ് മതി, ഏത് കളറിലുള്ള ടോപ്പ് ആണെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ മാച്ച് ആവുമല്ലോ. അപ്പോൾ ടോപ്പ് മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ അതാണെങ്കിലും മതി. നെക്സ്റ്റ്, നമ്മുടെ കയ്യിലുള്ള ഒരു ഷർട്ട് വെച്ചിട്ട് നമുക്കിതിനെ
സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഒരു ബ്ലാക്ക് ഷർട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ അതിനോടൊപ്പം മാച്ച് ചെയ്ത് പോകുന്ന മറ്റൊരു സംഭവമാണ് ഈ ഒരു നെക്ലസ്. അപ്പോൾ ഇങ്ങനെ ഒരു നെക്ലസും കൂടെ ഇതിൻ്റെ കൂടൊപ്പം പെയർ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു സ്റ്റൈല് നമുക്കിവിടെ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്കിപ്പം ബ്ലാക്ക് തന്നെ ആവണമെന്നില്ല, വേറെയും കളേഴ്സിലുള്ള ഷർട്ട്സ് നിങ്ങൾക്ക് എടുക്കാം. അതിനോടൊപ്പം മാച്ച് ചെയ്യുന്ന നെക്ലസ് കൂടി ഇതുപോലെ പെയർ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഓണത്തിന് ഡ്രസ്സ് സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ വീട്ടിലെല്ലാവരുടെയും കയ്യിൽ ഏതെങ്കിലും ഒരു ഷർട്ട് കാണുമായിരിക്കുമല്ലോ. അപ്പോൾ ഇത് അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഫുൾ കൈ ഷർട്ടൊക്കെ ആണെങ്കിൽ ജസ്റ്റ് 3/4 വരെ ജസ്റ്റ് അത് മടക്കി വെച്ചിട്ട് അങ്ങനെയും ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ അതുപോലെ തന്നെ ഹെയർ ഒക്കെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് പുട്ടപ്പ് ചെയ്തിട്ട് നമുക്കിങ്ങനെ സ്റ്റൈൽ ചെയ്യുവാണെങ്കിൽ അത് നല്ലൊരു അടിപൊളി ഒരു ലുക്കായിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്കേർട്ട് വെച്ചിട്ട് ഇത്രയും രീതിയിലുള്ള സ്റ്റൈല് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിപ്പോൾ എല്ലാ പ്രാവശ്യവും അങ്ങനെ പുതിയ പുതിയ ഡ്രസ്സൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ളത് വെച്ച് തന്നെ നമുക്ക് പല രീതിയിൽ ഇതുപോലെ സ്റ്റൈൽ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷൻ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.